ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. പിള്ള വന്ന രാഘവേട്ടനോട് പറയുക, മോളുടെ വീട്ടിൽ പോകാനിരുന്നതാ ഞാൻ. സത്യാമ്മ വിളിച്ചതുകൊണ്ട് മോളുടെ വീട്ടിൽ പോകുന്ന പോക്ക് മാറ്റിയിട്ട് ഞാനിഞ്ഞു പോകുന്നു. സാറിനറിയാവല്ലോ, ഇവിടുത്തെ കാര്യം കഴിഞ്ഞിട്ട് പിള്ളയ്ക്ക് എന്തും ഉള്ളു. അത് സ്വന്തം കാര്യമായാലും മക്കളുടെ കാര്യമായാലും അങ്ങനെ തന്നെ ഉള്ളു. അതിന് പിള്ളേർക്ക് ഇച്ചിരി പരിഭവമുണ്ട്, പക്ഷേ അതൊന്നും ഞാൻ കാര്യമാക്കാറില്ല. എന്തൊക്കെ വന്നാലും ഇവിടുന്ന് കിട്ടിയതൊക്കെ ഉണ്ടായിട്ടുള്ളു. രാഘവേട്ടൻ പിള്ളയോട് പറയുക, എടോ താൻ ഓർക്കുന്നുണ്ടോ, ഞാനിതൊക്കെ വാങ്ങിക്കുമ്പോൾ ദേ ആ കാണുന്ന വഴിയോ ഒന്നുമില്ലായിരുന്നു. വലിയൊരു ചതുപ്പായിരുന്നു, നിറയെ മണ്ണിട്ട് നികത്തിയ ഈ പരുവാക്കിയെടുത്തതേ. എനിക്കറിയാവുന്നല്ലോ രാഘവൻ സാറേ, ഈ പ്രദേശത്തുള്ള ആദ്യ വെളിച്ചവും ഇവിടെ നിന്നുള്ളത് തന്നെ ആയിരുന്നു. എന്ത് ചെയ്യാനാ, അതൊക്കെ ഒരു കാലം. രാഘവേട്ടൻ പറയുക, ഒറ്റയ്ക്ക് നിന്ന് പടവെട്ടി കയറി വന്നവനാ. ഇപ്പോഴാണെങ്കിൽ പടപ്പുറപ്പാട് കണ്ട് ഭയന്ന് നിൽക്കുക. ഇതെല്ലാം മാറുമെന്നും പറഞ്ഞ് എനിക്കൊന്ന് ആശ്വസിപ്പിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. മാറുകൂടോ പിള്ളേ, എല്ലാം മാറും. അതായത് നമ്മൾ ഇവിടുന്ന് മാറിക്കൊടുക്കേണ്ടി വരും. അതിനി അധിക നാളില്ലെന്ന് തോന്നുന്നില്ലടോ പിള്ളേ. അവരങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ അവരുടെ അടുത്തോട്ട് സത്യഭാമ കുറച്ച് ഗോൾഡിൻ്റെ ബോക്സൊക്കെ ആയിട്ട് വരുന്നുണ്ട്. സത്യാമ്മ വന്ന് പിള്ളയോട് പറയുക, പിള്ളേ ഇതെല്ലാം എൻ്റെ കുറച്ച് ആഭരണങ്ങളാണ്. നമ്മൾ വീട് മാറി കഴിയുമ്പോൾ ഇതൊന്നും പൂട്ടി വെക്കാനുള്ള സംവിധാനമൊന്നും ആ വീട്ടിലുണ്ടാവില്ലല്ലോ. സത്യാമ്മ ഹൃദയം പൊട്ടുന്ന വേദനയോടെ എന്നാൽ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് ഇനി എന്താ പ്രയോജനം? കെട്ടിക്കാൻ പെൺമക്കളൊന്നും ഇല്ലല്ലോ. എന്നിട്ട് രാഘവേട്ടനെ നോക്കിയിട്ട് ഒരു സങ്കടം നിറഞ്ഞ പുഞ്ചിരിയോടെ പറയുന്നു, കെട്ടിക്കാൻ പെൺമക്കളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ എടുത്ത് വെക്കാമായിരുന്നു. അല്ലെങ്കിൽ പിള്ള ഇപ്പം നല്ല വിലയുള്ള സമയമല്ലേ, ഇതങ്ങ് കൊടുത്തേക്കാന്നേ. പിള്ള ഇത് കൊണ്ടുപോയി ഏതെങ്കിലും ജ്വല്ലറി കൊടുത്തിട്ട് കിട്ടുന്ന കാശ് മേടിച്ചോണ്ട് വാ, നമുക്ക് വക്കീലിന് കൊടുക്കാനും ഒക്കെ ഇതിൽ നിന്ന് എടുക്കാമല്ലോ. രാഘവേട്ടൻ ചോദിക്കുക, ഫാമേ അത് വേണോ? ഈ കൊടുക്കാനൊരുങ്ങുന്ന ഈ ഓരോ ആഭരണങ്ങളും താൻ എത്രത്തോളം ഇഷ്ടം തോന്നി വാങ്ങിച്ചിട്ടുള്ളതാ. ഈ വയസ്സുകാലത്ത് എനിക്കെന്തിനാ രാഘവേട്ട ഇനി ആഭരണം? ഇപ്പോഴാണെങ്കിൽ സ്വർണ്ണ വിട്ട് നടക്കുന്നതല്ലല്ലോ പ്രാധാന്യം, ഈ വീട് നിലനിർത്തുന്നതല്ലേ നമ്മളുടെ ആവശ്യം. ഇപ്പോൾ നല്ല വില കിട്ടും, അതുകൊണ്ട് നമുക്കങ്ങ് കൊടുക്കാം രാഘവേട്ട. രാഘവേട്ടൻ സങ്കടത്തോടെ ഫാമയെ നോക്കുന്നുണ്ട്. കാരണം ഫാമയ്ക്ക് ആഭരണങ്ങളോടുള്ള താല്പര്യം രാഘവേട്ടന് നല്ലോണം അറിയാം. ഇതെല്ലാം ഫാമ വളരെയധികം ആഗ്രഹിച്ച് വാങ്ങിച്ചു കൂട്ടിയ സ്വർണ്ണാഭരണങ്ങളാണ്. പിള്ളേ ഇതങ്ങ് കൈയോടെ വാങ്ങിച്ചോ, ഇത് കൊണ്ടുപോയി കിട്ടുന്ന പൈസ വാങ്ങിക്കൊണ്ട് വാ. ആ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കാൻ മടിച്ചു നിൽക്കുന്ന പിള്ളയോട് പറയുന്നു, പിള്ളേ ഞാൻ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ലേ, ഇത് കൊണ്ടുപോയി കിട്ടുന്ന പൈസ വാങ്ങിച്ചോണ്ട് വരാൻ. കരഞ്ഞോണ്ട് പിള്ള പറയുക, എന്നെ കൊണ്ട് സാധിക്കില്ല സത്യാമ്മേ. എൻ്റെ മനസ്സിൽ സത്യാമ്മയുടെ ഒരു രൂപം ഉണ്ടായിരുന്നു, ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് സ്വർണ്ണപ്രഭയിൽ തിളങ്ങുന്ന ഒരു രൂപം. ആ ഒരു രൂപത്തിന് ഇനി മാറ്റം വരുത്താൻ എനിക്ക് കഴിയില്ല സത്യാമ്മേ. ഇത് ഞാൻ വാങ്ങിച്ചാൽ, എൻ്റെ ഈ കൈകൊണ്ട് ഞാൻ വിൽക്കാൻ ഇടവന്നാൽ, എൻ്റെ ഈ കൈകൊണ്ട് ഞാൻ വാങ്ങിച്ചാൽ ആ സങ്കടത്തിൽ ഞാനങ്ങ് മുങ്ങി താന്നു പോവും. പിള്ളേ അതൊന്നും കുഴപ്പമില്ല, എന്നെ നിർബന്ധിക്കരുത് സത്യാമ്മേ. എൻ്റെ മനസ്സിൽ ഞാനായിട്ട് രൂപപ്പെടുത്തിയ ആ ഒരു ചിത്രം അങ്ങനെ തന്നെ ഇരിക്കാൻ എന്നോട് ദയ കാട്ടണം. ഇത് സത്യാമ്മയോട് എനിക്കൊരു അപേക്ഷയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിള്ള പറയുക, ഒന്നും ഇതുവരെ എതിർത്ത് പറയാത്ത എനിക്ക് ഇതിന് കൂട്ടു നിൽക്കാനാവില്ല. സ്വന്തമായിട്ട് എനിക്കൊരല്പം ഭൂമി ഉണ്ടായിരുന്നെങ്കിൽ അത് വിറ്റ് കൊണ്ടുവന്ന് ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തേനെ. രണ്ട് കൈയും കൂപ്പി തൊഴുതുകൊണ്ട് പിള്ള സത്യാമ്മയോട് പറയുന്നു, ഈ കാണിക്കുന്ന അവിവേകമാണെങ്കിൽ എന്നോട് പൊറുക്കണം. എൻ്റെ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. സത്യാമ്മയെ എന്നെ നിർബന്ധിക്കരുത് എന്നും പറഞ്ഞ് തേങ്ങി കരഞ്ഞുകൊണ്ട് പിള്ളയെ അങ്ങ് പോവുകയാണ്. സത്യാമ്മ പിള്ളയെന്ന് വിളിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് പൊന്നി അവിടെ നിൽപ്പുണ്ടായിരുന്നു. സത്യാമ്മ പെട്ടെന്ന് പൊന്നിയെ നോക്കുന്നുണ്ട്. പൊന്നിയും സങ്കടത്തോടെ കുനിഞ്ഞു നിൽക്കുവാണ്. പൊന്നി മനസ്സിൽ വിചാരിക്കുന്നു, യോ സത്യാമ്മ ഇനി എന്നോട് പറയുമോ, ദൈവമേ ഞാനിനി എന്തു പറയും, എന്നെക്കൊണ്ടിത് പറ്റില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പം തന്നെ പെട്ടെന്ന് സത്യാമ്മ പൊന്നി എന്ന് വിളിച്ചു കഴിഞ്ഞ്, പൊന്നി സത്യാമ്മേ ഞാൻ എന്നും പറഞ്ഞ് പൊന്നി അകത്തോട്ടം എളുപ്പം നടന്നു പോവുകയാണ്. ഇതെല്ലാം കണ്ട് സങ്കടത്തോടെ രാഘവേട്ടൻ എന്തു പറയണമെന്നറിയാതെ സത്യഭാമയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. രാഘവേട്ടൻ സത്യഭാമയോട് പറയുന്നു, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന, എന്നും ബഹുമാനം മാത്രം തന്നിട്ടുള്ള ഈ പിള്ളയ്ക്കും പൊന്നിക്കുമൊക്കെ നമ്മൾ എന്താടോ കൊടുക്കുന്നത്? ജീവിതത്തിൻ്റെ പകുതിയിലധികവും നമ്മളോടൊപ്പം നിന്നിട്ട് പറഞ്ഞു വിടുമ്പോൾ അവർ തന്ന സ്നേഹം മാത്രം തിരിച്ചു കൊടുത്താൽ മതിയോ ഭാമേ? ഈ കടമൊക്കെ നമ്മൾ എങ്ങനെയാ വീട്ടുക? സത്യഭാമ പറയുക, രാഘവേട്ട പണമുള്ള കടമാണെങ്കിൽ സമയമെടുത്താണെങ്കിലും അത് വീട്ടാം. പക്ഷെ ഇതുപോലെയുള്ള ചങ്കിൽ തുളച്ചു കയറുന്ന സ്നേഹം കൊണ്ടുള്ള കടം
അത് നമുക്ക് തിരിച്ചു വീട്ടാൻ കഴിയില്ല. നമ്മൾ തോറ്റു പോകുന്നതും രാഘവേട്ട ഇതുപോലുള്ളവരുടെ മുന്നിലാണ്. ഭാമേ, ഇതുവരെ കഴിഞ്ഞതുപോലെ തന്നെ നമുക്കിനിയും കഴിയാൻ സാധിക്കും. വരാൻ പോകുന്ന വലിയ വിപത്തിനെ കുറച്ചു കാലത്തേക്കെങ്കിലും മാറ്റി നിർത്താൻ കഴിയും. രാഘവേട്ടൻ എന്തുവായി പറഞ്ഞു വരുന്നത്? രാഘവേട്ടൻ്റെ മനസ്സിലിരിക്കുന്നത് സത്യഭാമയോട് തുറന്നു പറയാൻ രാഘവേട്ടന് പേടിയാണ്. പക്ഷെ പറയാതിരിക്കാനും നിവർത്തിയില്ല. പറഞ്ഞേ പറ്റത്തുള്ളൂ ഈ സാഹചര്യത്തിൽ. രാഘവേട്ടൻ പറയുന്നു, ഞാൻ പറയാൻ വന്നത് മറ്റൊന്നുമല്ല, ഇതിനൊരു സാവകാശം, ഒരു സ്റ്റേ ഓർഡർ, അത് തരാനുള്ള അവകാശം ജില്ലാ കളക്ടർക്കാണുള്ളത്. രാഘവേട്ടൻ എങ്ങോട്ടുള്ള റൂട്ടായി പറയുന്നതെന്ന് സത്യഭാമയ്ക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ സത്യഭാമയുടെ ആ മുഖം അങ്ങ് മാറി ദേഷ്യത്തോടെ ഇരിക്കാൻ തുടങ്ങി. നീ ഒരു വാക്ക് ചെന്ന് ശാലിനിയോട് പറഞ്ഞാൽ ശാലിനി അത് സന്തോഷത്തോടെ ചെയ്തു തരും, എനിക്ക് ഉറപ്പുണ്ട്. ഇത്രയും നേരം സങ്കടത്തോടെ ഇരുന്ന സത്യഭാമ പെട്ടെന്ന് ദേഷ്യത്തോടെ അങ്ങ് ചാടി എഴുന്നേൽക്കുവാണ്. എൻ്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഞാൻ അവളുടെ കാല് പിടിക്കില്ല. കടത്തിണ്ണയിൽ കിടക്കേണ്ടി വന്നാലും അവളോട് യാചിക്കാൻ ഈ സത്യഭാമയെ കിട്ടില്ല. ഭാമേ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, സത്യഭാമ കോപത്തിൽ അലറാൻ തുടങ്ങി. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അഭിമാനം വിറ്റ് ഈ വീട് സ്വന്തമാക്കിയിട്ട് ഒരു രാത്രി പോലും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ രാഘവേട്ട ഞാൻ ഈ സാഹസത്തിന് ഒരുങ്ങുന്നത്? എൻ്റെ വീട് പോട്ടെ, ഈ സ്ഥലവും പോട്ടെ, എല്ലാം പോട്ടെ, എന്നാലും അവളുടെ കാല് പിടിക്കാൻ എന്നെ കിട്ടില്ല. രാഘവേട്ടൻ ഭാമയെ ഇങ്ങനെ ഒരു പുച്ഛത്തോടെ നോക്കുവാണ്. ഇത്രയധികം സംഭവിച്ചിട്ടും ഇവളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോ. ദേ രാഘവേട്ട, ഇതിന് പകരം എൻ്റെ ജീവൻ കളയാൻ പറഞ്ഞേരെ, ഞാനത് സന്തോഷത്തോടെ ചെയ്യും. എന്നാലും ഇത് സത്യഭാമ ചെയ്യില്ല എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ സത്യഭാമ ആ ആഭരണപ്പെട്ടികളെല്ലാം എടുത്തുകൊണ്ടും കയറി പോവാണ്. സത്യഭാമയുടെ അഹന്തയും അഹങ്കാരവും കുറഞ്ഞു കാണുമെന്ന് വിചാരിച്ച രാഘവേട്ടൻ ആകെ സങ്കടത്തിലിരിക്കുവാണ്. ഒരിക്കലും നായുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും അത് നിവരില്ലല്ലോ, അത് നിവർക്കാൻ പറ്റില്ലല്ലോ എന്ന് രാഘവേട്ടൻ ഓർത്തിങ്ങനെ സങ്കടപ്പെടുവാണ്. രാഘവേട്ടൻ ഇരുന്നുകൊണ്ട് സങ്കടത്തോടെ പറയുവാണ്, ഈശ്വര, അവിടുന്ന് എന്താണോ നടക്കാൻ തീരുമാനിച്ചത് ഇനി അങ്ങനെ തന്നെ നടക്കട്ടെ. വിഷ്ണു ചന്ദ്രബോസിനെ വാരിയിട്ട് അലക്കി പഞ്ഞിക്കിട്ടിട്ട് ശ്യാമയും കൊണ്ട് ഇങ്ങനെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുവാണ്. ശ്യാമയാണെങ്കിൽ അവർ പറഞ്ഞ ഓരോ കുത്തുവാക്കുകൾ ഓർത്ത് സങ്കടപ്പെടുവാണ്. സത്യഭാമയാണെങ്കിൽ നീ ഇനി ഇവിടെ നിൽക്കണ്ടാടി എന്നും പറഞ്ഞ് ആട്ടി ഇറക്കി തള്ളിയതും അതെല്ലാം ഓർത്ത് ശ്യാമ ചങ്കുപൊട്ടി കരയുവാണ്. ശ്യാമയ്ക്ക് ആ വണ്ടിയിൽ ഇരിക്കാനൊട്ട് മനസ്സും വരുന്നില്ല. ശ്യാമ വിഷ്ണുവിനോട് പറയുവാണ്, വിഷ്ണുവേട്ട, എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടേച്ച് വിഷ്ണുവേട്ടൻ വയ്ക്കോ? അതെന്തിനാ ശ്യാമ നിന്നെ എവിടെ ഇറക്കി വിടുന്നത്? നമുക്ക് വീട്ടിലോട്ട് പോയാൽ മതി. ഇല്ല വിഷ്ണുവേട്ട, എൻ്റെ മനസ്സാകെ അസ്വസ്ഥതയാണ്, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല. വിഷ്ണുവേട്ടൻ എന്നെ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വിട്ടാൽ മതി. ഞാൻ ഇവിടെ എവിടെയെങ്കിലും കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ, എൻ്റെ മനസ്സൊന്ന് ശാന്തമാകട്ടെ, എന്നിട്ട് ഞാൻ വീട്ടിലോട്ട് വന്നോളാം വിഷ്ണുവേട്ട. അത് ശരിയാവില്ല, അതൊന്നും വേണ്ട ശ്യാമേ. വിഷ്ണുവിനാകെ ഒരു പേടി, ഇവളിനി എന്തെങ്കിലും സാഹസം കാണിച്ചാലോ? ശ്യാമേ, നീ ആ ചന്ദ്രബോസ് അങ്ങനെ പറഞ്ഞു തോർത്തിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നേ? അവരൊക്കെ പറയുന്നതൊക്കെ കേട്ടേ നമ്മുടെ മനസ്സ് വേദനിപ്പിക്കാൻ നിന്നാൽ പിന്നെ അതിനേ സമയം കാണത്തുള്ളൂ. ശ്യാമേ, നമ്മൾ ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചങ്ങ് നടക്കണം. ശ്യാമ കരഞ്ഞോണ്ട് പറയുക, വിഷ്ണുവേട്ടനെ എൻ്റെ സ്വന്തം ഏട്ടനായിട്ടാ ഞാൻ കരുതിയിരിക്കുന്നത്. അവരാ പറഞ്ഞതൊക്കെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ എനിക്കാവില്ല. രോഹിത്തൻ്റെ മുഖത്ത് നോക്കി എന്നെ വെറുക്കുന്നെന്നൊക്കെ പറഞ്ഞത് എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല. ഇതെല്ലാം ഓർക്കും തോറും എൻ്റെ മനസ്സിലൊരു വല്ലാത്ത വീർപ്പുമുട്ടൽ. ചിലപ്പോൾ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഉടങ്ങാണോ ഇരുന്നാൽ അതൊക്കെ അങ്ങ് മാറിപ്പോയേക്കും. ഞാൻ അതുകൊണ്ടാണ് വിഷ്ണുവേട്ടാ പറഞ്ഞത്, എവിടെയെങ്കിലും കുറച്ചു നേരം ഞാനൊന്ന് തനിച്ചിരുന്നോട്ടെ. ശ്യാമേ, നീ എന്തുവായി പറയുന്നേ? എന്ന് വെച്ച് എനിക്ക് നിന്നെ വഴിയിൽ ഒറ്റയ്ക്കിട്ടിട്ട് പോകാൻ പറ്റുമോ? മനസ്സ് മരവിച്ച എൻ്റെ ജീവിതം പാതി വഴിയിലായതിനപ്പുറം ഒന്നുമില്ലല്ലോ. വിഷ്ണുവേട്ടാ, എന്നെ ഇവിടെ എവിടെയെങ്കിലും ഇറക്കി വിട്ടിട്ട് വിഷ്ണുവേട്ടൻ പൊയ്ക്കോ. ഞാൻ എന്തെങ്കിലും കടുങ്കൈ കാണിക്കുമെന്ന് വിചാരിച്ച് പേടിച്ചിട്ടാണെങ്കിൽ വിഷ്ണുവേട്ടൻ അങ്ങനെ വിചാരിക്കേണ്ട, ഞാനത് ഒരിക്കലും ചെയ്യില്ല. ഞാൻ വിഷ്ണുവേട്ടന് ഉറപ്പു തരാം, അങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇനി ശ്യാമ നിൽക്കില്ല. എനിക്കൊന്ന് തനിച്ച് നടക്കണം വിഷ്ണുവേട്ട, എങ്കിലേ എൻ്റെ തലയ്ക്കകത്ത് ഈ മരവിപ്പൊന്ന് മാറത്തുള്ളൂ. വിഷ്ണുവേട്ട, ദയവ് ചെയ്ത് വണ്ടി ഒന്ന് നിർത്ത്. ശ്യാമയുടെ ഈ വാക്കുകൾ കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷ്ണു വണ്ടി അവിടെ അങ്ങ് നിർത്തുവാണ്. വണ്ടിയിൽ നിന്നിറങ്ങിയ ശ്യാമ വിഷ്ണുവിനോട് പറയുന്നു, വിഷ്ണുവേട്ടൻ ഇനി പൊയ്ക്കോളൂ. ശ്യാമയെ, എനിക്ക് മനസ്സിനൊരു സമാധാനമില്ല. ഞാൻ പറഞ്ഞല്ലോ വിഷ്ണുവേട്ട, ഞാൻ കുറച്ചു നേരം തനിച്ചൊന്ന് നടക്കുമ്പോൾ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടും. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലോട്ടങ്ങ് വന്നോളാം. അങ്ങനെ ശ്യാമയെ അവിടെ വിട്ടിട്ട് വിഷ്ണു മനസ്സില്ലാ മനസ്സോടെ അങ്ങനെ വണ്ടി ഓടിച്ച് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. പിള്ളയാണെങ്കിൽ കളക്ടർ ഓഫീസിലോട്ട് വന്നിരിക്കുവാണ്. അനുവിനെ കണ്ടുകൊണ്ട് കുഞ്ഞെ അവിടെ നിന്ന് നിൽക്കണേ എന്നും പറഞ്ഞ് ഓടി വരുവാണ്. കുഞ്ഞെ, എനിക്ക് ശാലിനി കുഞ്ഞിനെ ഒന്ന് കാണണം. അനു ഇങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടുകൊണ്ട് ചോദിക്കുന്നു, കുഞ്ഞിനെന്നെ മനസ്സിലായില്ലയോ? ഞാൻ സത്യാമ്മയുടെ വീട്ടിൽ നിന്നാണ്, എൻ്റെ പേര് രമണൻ പിള്ള.
ആ എനിക്കറിയാം മോളെ, എനിക്ക് ശാലിനി കുഞ്ഞിനെ ഒന്ന് കാണണം. മേഡം ഒരു വീഡിയോ കോൺഫറൻസിലാണ്, കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മോൾ ഒന്ന് നോക്കാവോ? വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യത്തിനാണ് ഞാൻ വന്നത്. ആ വീട്ടിലെ അവസ്ഥ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. എന്നാൽ പിള്ളച്ചേട്ടനൊന്ന് വെയിറ്റ് ചെയ്യും, ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് അനു ശാലിനിയെ എടുത്തോട്ട് പോവുകയാണ്. ശാലിനി അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനു അങ്ങോട്ട് വന്നിട്ട് പറയുന്നു, മേഡം സത്യാമ്മയുടെ വീട്ടിലെ പിള്ളച്ചേട്ടൻ കാണാൻ വന്നിട്ടുണ്ട്. പിള്ളച്ചേട്ടനോ? പിള്ളച്ചേട്ടൻ ഇവിടെ എന്തോ അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. എന്നാൽ അനു എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ? സത്യമോളെ ഒന്ന് സ്കൂളിൽ നിന്ന് വിളിച്ച് വീട്ടിൽ കൊണ്ടാക്കാവോ? അതിനെന്താ മേഡം, ഞാൻ ഇപ്പം തന്നെ പോയി വിളിച്ചുകൊണ്ട് പോയി ആക്കാമല്ലോ എന്നും പറഞ്ഞ് അനു പോവുകയാണ്. അനു ചെന്ന് പിള്ളച്ചേട്ടനോട് ശാലിനി മേഡത്തിനെ കണ്ടോളാൻ പറയുന്നുണ്ട്. പിള്ള വന്നിട്ട് ശാലിനിയെ കണ്ടിട്ട് കുഞ്ഞേ എന്ന് വിളിച്ചുകൊണ്ട് വരുന്ന പിള്ളയെ കണ്ടിട്ട് ശാലിനി എഴുന്നേറ്റിട്ട് പറയുന്നു, ഇരിക്കു പിള്ളച്ചേട്ടാ. വേണ്ട കുഞ്ഞെ, ഞാനിവിടെ നിന്നോളാം. അങ്ങനല്ല പിള്ളച്ചേട്ടൻ ഇരിക്ക് എന്നും പറഞ്ഞ് പിള്ളയെ അവിടെ ഇരുത്തുന്നുണ്ട്. ഇനി പിള്ളച്ചേട്ടൻ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അവിടെ ഇപ്പോൾ വിശേഷങ്ങളുടെ ഒരു ബഹളവാ കുഞ്ഞേ. മോൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലേക്കാണ് നീങ്ങുന്നത്. ഞാനിവിടെ വന്ന കാര്യമോ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞ കാര്യമോ സത്യാമ്മ അറിയരുത്. അറിഞ്ഞാൽ പിന്നെ ഞാൻ ശാലിനി ഉടനെ പറയാ, എനിക്കറിയാമല്ലോ പിള്ളച്ചേട്ടാ, എനിക്കറിയാമല്ലോ സത്യാമ്മയുടെ കാര്യം. ഒരാവശ്യമില്ലാതെ എടുക്കുന്ന വാശി, ആ വാശി തന്നെയാണ് സത്യാമ്മയെ തകർക്കുന്നതും. ഇനിയിപ്പോൾ തകരാനായിട്ട് ഒന്നുമില്ല മോളെ, എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുക. എന്തൊക്കെയോ കാര്യങ്ങൾ തന്നിഷ്ടത്തോടെ അങ്ങ് ചെയ്തു. അതൊക്കെ വലിയ ബാധ്യതയായിട്ട് മുന്നിൽ വന്നിങ്ങനെ നിൽക്കുക. കേസും കൂട്ടവാട്ടൊക്കെ പോകാനാണെങ്കിൽ സത്യാമ്മയുടെ കയ്യിൽ കാശുമില്ല. വക്കീലിന് ഫീസ് കൊടുക്കാനായിട്ട് സത്യാമ്മയുടെ ആഭരണങ്ങൾ വരെ എൻ്റെ കയ്യിൽ ഊരിത്തന്നു. അത് വിൽക്കാൻ എനിക്ക് സാധിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. കുഞ്ഞിനറിയാമല്ലോ സത്യാമ്മ വളരെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ആഭരണങ്ങളാ അതൊക്കെ. ചങ്ക് നീറിക്കൊണ്ടല്ലാതെ അത് എൻ്റെ അടുത്ത് ഏൽപ്പിക്കാൻ സത്യാമ്മയ്ക്ക് കഴിയില്ല. പിന്നെ ഇത് ചെയ്യേണ്ടി വന്നത് പ്രശ്നങ്ങൾ അത്രത്തോളം രൂക്ഷമായതുകൊണ്ട് മാത്രമാണ്. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ആ രോഹിത് ഇപ്പോഴാണെങ്കിൽ അങ്ങോട്ട് വരുന്നത് പോലുമില്ല. ശ്യാമക്കുഞ്ഞിൻ്റെ അവസ്ഥ ഏതാണ്ട് തകർന്ന പോലെയാ. അവർ തമ്മിലുള്ള വഴക്കുകൾക്കിടയിലാണ് ഈ ജപ്തിയൊക്കെ വന്ന് കയറിയത്. മോൾ എന്തെങ്കിലും കാര്യമായിട്ട് ഇതിന് ചെയ്യണം. പിള്ള വന്ന് പറയുന്ന സങ്കടമൊക്കെ കേട്ട് ശാലിനിയും ആകെ തകർന്നിരിക്കുവാണ്. എന്ത് ചെയ്യാനാ, സത്യഭാമയുടെ വാശി ഇതാണല്ലോ. സത്യഭാമ ഒരിക്കലും നന്നാകത്തില്ലെന്നും ശാലിനിക്കറിയാം. മോളെ കണ്ട് വിവരങ്ങൾ പറയണമെന്ന് പറഞ്ഞാൽ രാഘവൻ സാർ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ആകെ തകർന്നിരിക്കുവാണ് ആ പാവം. ഒരാശ്വാസത്തിന് വേണ്ടി ആയിരിക്കും മോളെ ഒന്ന് കാണണമെന്നും പറഞ്ഞു. മോള് വരണം, ആ അച്ഛനെ ഒന്ന് ആശ്വസിപ്പിക്കണം. ഒരാശ്രയം കാണാതെ ആ വീട്ടിനുള്ളിൽ നീറി സ്വയം മരിക്കുവാണ് അദ്ദേഹം. ഇനി അഥവാ മോക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ മോളൊന്ന് വിളിക്കുകയെങ്കിലും ചെയ്യണം. ഞാൻ ഫോൺ ചെയ്യുന്നില്ല പിള്ളച്ചേട്ടാ, ഞാൻ നേരിട്ട് പോയി തന്നെ കണ്ടോളാം. ഇത്രയും സങ്കടപ്പെട്ട് നിൽക്കുന്ന ആളിൻ്റെ മുന്നിലേട്ട് നേരിട്ട് തന്നെ ചെല്ലുന്നതാണ് നല്ലത്. അതുതന്നെയാണ് മോളെ വേണ്ടതും. മോൾ ഒരു കാര്യം ഓർത്തോ, എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളുമായി മോൾ ഇടപെട്ടില്ലെങ്കിൽ വലിയൊരു ദുരന്തം തന്നെ അവിടെ നടന്നിരിക്കും. സത്യാമ്മ എങ്ങനെ നടന്ന സ്ത്രീയാ? ആഭരണങ്ങളൊന്നും ഇല്ലാതെ മുഷിഞ്ഞ വസ്ത്രവും ധരിച്ച് പണത്തിന് വേണ്ടി വെറുതെ തെക്കും വടക്കും നടക്കുന്നത് കാണുമ്പോൾ മനസ്സ് തകർന്നു പോവുകയാണ്. ഒരു വക്കീലിന് കൊടുക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മോള് വരണം. മോള് വന്ന് നിന്ന് ആ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീർക്കണം. ഇത് എൻ്റെ ഒരു അപേക്ഷയാ. ഞാൻ വരാം പിള്ളച്ചേട്ടാ, ഉടനെ തന്നെ ഞാൻ വരാം. സ്കൂളിലാണെങ്കിൽ പപ്പി ഇരുന്നോണ്ട് ചിന്തിക്കുക, സത്യ ഇപ്പം വരുമല്ലോ. സത്യയോട് പറഞ്ഞിരുന്നതാണല്ലോ സ്കൂൾ വിടുന്ന സമയത്തിന് അവളുടെ അച്ഛൻ വിളിക്കുമെന്ന്. അവൾ വരുന്നതിന് മുമ്പ് അങ്ങ് വിളിച്ചേക്കാം എന്നും പറഞ്ഞ് പപ്പി സത്യയെ വിളിക്കാതെ ഫോൺ എടുക്കുമ്പോൾ സത്യ അങ്ങോട്ട് വരികയാണ്. പപ്പി, നീ ആരെയാ വിളിക്കുന്നേ? ഏയ്, ഞാൻ ആരെയും വിളിക്കുമല്ല. പപ്പി, അച്ഛൻ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ. ആ, ചിലപ്പോൾ ജോലി തിരക്കുകൊണ്ടായിരിക്കും സത്യെ. കുറച്ച് കഴിഞ്ഞ് വിളിക്കുമായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അമ്മ വരൂ എന്നെ വിളിക്കാനായിട്ട്. അപ്പോൾ അച്ഛനോട് അധികം നേരം സംസാരിക്കാനും പറ്റില്ലല്ലോ പപ്പി. അമ്മ അടുത്തുണ്ടെങ്കിൽ അച്ഛൻ സംസാരിക്കുകയോ ഇല്ല. പപ്പിമോള് മനസ്സിൽ ഉടനെ ഒരു ഐഡിയ അങ്ങോട്ട് കണ്ടുപിടിച്ചിട്ട് സത്യയോട് പറയുക, സത്യ ഇവിടെ നില്ല്, നിമ്മി ടീച്ചറിനോട് കാര്യം പറയാനുണ്ടായിരുന്നു, അത് ഞാനങ്ങ് മറന്നുപോയി. ഞാനൊന്ന് പറഞ്ഞിട്ട് ഓടി വരട്ടെ എന്നും പറഞ്ഞ് പപ്പി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. സത്യ മനസ്സിൽ പറയുക, നിമ്മി ടീച്ചർ എപ്പോഴേ പോയല്ലോ. അയ്യോ, പപ്പി പിന്നെ വെറുതെ അവിടം വരെ പോവുമായിരിക്കും. ശരി, പപ്പിയെ വിളിച്ച് കാര്യം പറയാം എന്നും പറഞ്ഞ് സത്യം പുറകിന് പോകുന്നുണ്ട്. പപ്പിമോൾ അവിടെ മാറി ഒളിഞ്ഞു നിന്നുകൊണ്ട് സത്യയ്ക്ക് ഫോൺ ചെയ്യുവാണ്. അവളുടെ അച്ഛനെ പോലെ ശബ്ദമൊക്കെ മാറ്റി. പപ്പിയോട് നിമ്മി ടീച്ചർ പോയെന്ന് പറയാനായിട്ട് ഓടി വന്നുകൊണ്ടിരിക്കുന്ന സത്യയ്ക്ക് ആ സമയത്ത് അച്ഛൻ്റെ ഫോൺ വരികയാണ്.
സന്തോഷത്തോടെ സത്യമോള് ഫോൺ എടുത്തിട്ട് അച്ഛാ, അച്ഛൻ എന്താ ഇത്രയും നേരം വിളിക്കാഞ്ഞത്? അത് മോളെ, എനിക്ക് ജോലി തിരക്കായിരുന്നല്ലോ. അച്ഛന് സുഖമാണോ അച്ഛാ? ആ, സുഖമാണ് മോളെ. എനിക്ക് മോൾക്ക് സുഖം തന്നെയല്ലേ? അതെ അച്ഛാ, പക്ഷെ അച്ഛനെ എനിക്കൊന്ന് കാണണം. അന്ന് വന്നിട്ട് അച്ഛൻ പെട്ടെന്ന് അങ്ങ് പോയില്ലേ, അതുകൊണ്ട് എനിക്ക് അച്ഛനെ ഒന്ന് ശരിക്കും കാണാൻ പോലും പറ്റിയില്ല. അത് മാത്രമല്ല, അമ്മയെ അച്ഛനൊന്ന് കണ്ടില്ലല്ലോ. അച്ഛനെ ലീവ് കിട്ടുമെന്നൊന്ന് നോക്കട്ടെ മോളെ, എന്നിട്ട് വന്ന് അമ്മയും മോളെയും കൊണ്ട് പുറത്തൊക്കെ കൊണ്ടുപോകാം കേട്ടോ. എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സത്യ കാണുന്നുണ്ട് കുറച്ച് മാറി പപ്പി ആർക്കോ ഫോൺ ചെയ്യുന്നത്. ഈ പപ്പി ആർക്കാ ഫോൺ ചെയ്യുന്നത് എന്ന് മനസ്സിലൊരു സംശയം തോന്നിട്ട് സത്യ പതുക്കെ ഇങ്ങോട്ട് നടന്നു വരുവാണ്. മറുസൈഡിൽ പപ്പി നിന്നുകൊണ്ട് അച്ഛൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നുണ്ട്. സത്യമോളെ മറുപടിയൊന്നും കൊടുക്കുന്നില്ല. ഹലോ ഹലോ, മോൾ എന്താ ഒന്നും മിണ്ടാത്തെ? മോളെ മോളെ എന്നൊക്കെ പപ്പി ഇങ്ങനെ വിളിക്കുന്നുണ്ട്. സത്യ ചോദിക്കുന്ന അച്ഛനിപ്പോൾ എവിടാ? ഞാൻ കമ്പനിയിൽ. ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് ടീ ടൈമാണ്. മോളിപ്പോൾ എവിടെയാ? മോളെന്താ ഒന്നും മിണ്ടാത്തേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സത്യ വന്ന് പതുക്കെ പപ്പി അങ്ങ് തൊടുവാണ്. സത്യ അങ്ങ് തൊട്ടപ്പോഴത്തേക്ക് പപ്പി ഞെട്ടി വിറച്ചു പോയി. അയ്യോ, ഇനി എന്താ ഇവളോട് ഞാൻ പറയേണ്ടത്? അവരുടെ രണ്ടുപേരുടെയും കണ്ണുകൾ അങ്ങനെ പരസ്പരം തുറിച്ചു നോക്കുവാണ്. കള്ളം പറഞ്ഞതിൻ്റെയും കള്ളം കണ്ടുപിടിച്ചതിൻ്റെയും ആ നോട്ടം. അപ്പോൾ ഇത്രയും നാളും അച്ഛനാണെന്നും പറഞ്ഞ് എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത് പപ്പിയായിരുന്നല്ലേ? അപ്പോൾ പപ്പി എന്നെ പറ്റിക്കുമായിരുന്നല്ലേ? സത്യമോടെ ആ ചോദ്യത്തിന് മുന്നിൽ ഇനി പപ്പിമോൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല. പപ്പി അങ്ങനെ എല്ലാ സത്യങ്ങളും പപ്പി തുറന്നു പറയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.